ഹായ് ഫ്രണ്ട്സ്, മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള ചിക്കന് ഈ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടിലനൊരു ഈ മഴ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ എല്ലാം മാറ്റിയതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇരിക്കുന്ന നല്ലതാട്ടോ. അരമണിക്കൂർ വെച്ചേക്കുക. കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും വെച്ചിരുന്നാൽ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാനിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്കൊരു 4 ഏലക്ക, 4 ഗ്രാമ്പ്, ഒരു ചെറിയ 2 പീസ് പട്ട ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂണ് പെരിഞ്ജീരകം. ഇനി ഇതൊന്ന് ഈ പെരിഞ്ജീരകം എല്ലാം ഒന്ന് പൊട്ടി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 4 സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുവാണെങ്കിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വഴറ്റിയതിന് ശേഷം 2 തക്കാളി അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ എല്ലാം ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതെല്ലാം പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ബാക്കി കുരുമുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. നമ്മൾ ഈ ചിക്കന് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഗരം മസാല പൊടിച്ച് വെച്ചിരുന്നതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം ചേർത്താണ് പൊടിക്കുന്നത്. ഏലക്ക, ഗ്രാമ്പ്, പട്ട, ജാതിക്ക, ജാതിപത്രി എല്ലാം ചേർത്താണ്, കച്ചോലം എല്ലാം ചേർത്താണ് പൊടിക്കുന്നത്. കുരുമുളക് എല്ലാം ഇതിൽ ചേർക്കാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ആ പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മുളകെല്ലാം പുരട്ടി വെച്ചിരുന്നതായ ചിക്കനും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയും മസാലയും ചിക്കനും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടുന്നത് വരെയും അതുപോലെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മിക്സാക്കി ഇതുപോലെ ഒന്ന് എടുക്കാം. അതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട ചിക്കന്. ഞാൻ ഒത്തിരി ചാറായിട്ട് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം നമുക്കിങ്ങനെ ഇത് തിളയ്ക്കുമ്പോൾ ഇത് ഒന്ന് വെന്ത് വരുമ്പോൾ വെള്ളം വാർന്ന് വരാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ആദ്യം ചിക്കന് മാത്രം ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം.
ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ അത് തിളച്ചതാകണ്ട ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ അതുപോലെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട് നല്ല പോലെ. അപ്പോൾ ഈ സമയം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തോളൂ. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഗരം മസാല കൂടെ വേണം കേട്ടോ. നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിൻ്റെ മണമൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് നല്ലപോലെ വേവിച്ച് വറ്റിച്ചെടുക്കാൻ കേട്ടോ. അടി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ആ ചിക്കൻ്റെ നെയ്യും എണ്ണയും നമ്മൾ ഒഴിച്ച എണ്ണയും എല്ലാം ഇതുപോലെ നല്ലപോലെ തിളച്ച് എണ്ണ എല്ലാം ഇതുപോലെ വേറിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ ഞാൻ എടുത്തപ്പോഴത്തേനും. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതൊക്കെ കറിയൊക്കെ നല്ലപോലെ വറ്റി. ചാറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളമൊക്കെ ഇച്ചിരി കൂട്ടുകയോ കുറയ്ക്കുകയോ, വേണ്ടാത്തവർ ഇനിയും കുറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചിക്കനിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഊറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ആ കറിക്കൊന്നും വലിയ ടേസ്റ്റ് കാണത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചക്കറി ലീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 പച്ചമുളക് ഞാനിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒരു ചിക്കൻ കറി. അപ്പോൾ അതാ നമ്മുടെ പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തു. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പെപ്പർ ചിക്കൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.